ഇന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിച്ചാലോ? ഇപ്പോൾ അതിനെ വിളിക്കുന്നത് സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് എന്നാണ്. ഒരു 3 ഇയേഴ്സിന് മേലെയുള്ള കുട്ടികളോട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം. എങ്ങനെയാ പറയാ? ആദ്യം എന്താണ് സേഫ് ടച്ച്, എന്താണ് അൺസേഫ് ടച്ച് എന്ന് അവർ മനസ്സിലാക്കണം. ഒരു സേഫ് ടച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ കുട്ടീനെ തൊടുമ്പോൾ കുട്ടിക്ക് കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു, കുട്ടിക്ക് സന്തോഷം തോന്നുന്നു, കുട്ടിക്ക് സേഫ് ആയി തോന്നുന്നു. എക്സാമ്പിൾസ് എന്താ? അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കവളത്തിൽ ഉമ്മ കൊടുക്കുന്നത്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അച്ഛൻ കൈ പിടിക്കുന്നത്, ഫ്രണ്ട്സ് തമ്മിൽ ഷെയ്ക്ക് ഹാൻഡും ഹൈഫൈയും കൊടുക്കുന്നത്. ഇതെല്ലാം സേഫ് ടച്ചസ് ആണ്. ഇനി എന്താണ് ഒരു അൺസേഫ് ടച്ച്? ആരെങ്കിലും കുട്ടീനെ തൊടുമ്പോൾ കുട്ടി അൺകംഫർട്ടബിൾ ആവുന്നു, കുഞ്ഞിന് പേടി തോന്നുന്നു, കുഞ്ഞിന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നു, ദെൻ ഇറ്റ് ഇസ് എൻ അൺസേഫ് ടച്ച്. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് തൊടുന്നത് എപ്പോഴും അൺസേഫ് ടച്ച് തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രൈവറ്റ് പാർട്സ് എന്ന് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഇന്നർ വെയറോ അല്ലെങ്കിൽ ഒരു സ്വിം സ്യൂട്ടോ ഇടുമ്പോൾ കവർ ചെയ്യപ്പെടുന്ന ഭാഗങ്ങൾ അങ്ങനെ പറയാം. എന്തൊക്കെയാണ്? ഗ്രോയിൻ, ബട്ടക്സ്, ചെസ്റ്റ്, അതുപോലെ ലിപ്സും ഒരു പ്രൈവറ്റ് പാർട്ട് തന്നെയാണ്. പ്രൈവറ്റ് പാർട്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കറക്റ്റ് പേര് തന്നെ പറഞ്ഞു കൊടുക്കുക. ഈ നിക് നെയിംസ് ഉപയോഗിക്കാതിരിക്കുക. പ്രൈവറ്റ് പാർട്സിനെ പറ്റി നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം? ദർ ഇസ് എ നോ സീ നോ ടച്ച് റൂൾ. എങ്ങനെയാ പറയാ? ആരും കുഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്സ് കാണാനോ പ്രൈവറ്റ് പാർട്സ് തൊടാനോ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരാള് അവരുടെ പ്രൈവറ്റ് പാർട്സ് കാണിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനോട് അവരുടെ പ്രൈവറ്റ് പാർട്സ് തൊടാനോ പറഞ്ഞാൽ അതും സമ്മതിക്കാൻ പാടില്ല. മൂന്നാമതായി, പ്രൈവറ്റ് പാർട്സിന്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്സിന്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചാൽ അതും സമ്മതിക്കാൻ പാടില്ല. ഇത്തരത്തിലൊരു അൺസേഫ് ടച്ച് ഓർ അൺസേഫ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞ് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞു കൊടുക്കുക? അവർക്കൊരു ഈസി ആയിട്ടുള്ള ഒരു റൂള് പറയാം. നോ, ഗോ, ടെൽ. എന്താ അത്? കുഞ്ഞിന് അൺകംഫർട്ടബിൾ ആണെങ്കിൽ ദേ ഷുഡ് സേ നോ. ദേ ഷുഡ് സ്ക്രീം, ഉറക്കെ പറയണം. പിന്നെ ദേ ഷുഡ് ഇമ്മീഡിയറ്റ്ലി ആ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് നടന്ന സംഭവങ്ങൾ ഒരു സേഫ് അഡൾട്ടിനോട് പറയണം. നോ, ഗോ, ടെൽ. ആരാണ് ഒരു സേഫ് അഡൾട്ട്? സേഫ് അഡൾട്ട് പാരന്റ് ആവാം, ഗ്രാൻഡ് പാരന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ടീച്ചർക്കും സേഫ് അഡൾട്ട് ആവാം. സേഫ് അഡൾട്ടിന്റെ ഉത്തരവാദിത്തം എന്താ? കുഞ്ഞ് പറയുന്നത് വിശ്വസിക്കണം. നടന്ന സംഭവങ്ങൾക്ക് കുഞ്ഞിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ആൻഡ് ഫൈനലി കുഞ്ഞുങ്ങളോട് പറയേണ്ടത് ദർ ആർ നോ സീക്രട്ട് ഗെയിംസ്. മിക്കപ്പോഴും ഈ അൺസേഫ് ടച്ച് നടക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളോട് പറയാ ഇതൊരു സീക്രട്ട് ആണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ തമ്മിലൊരു സീക്രട്ട് ഗെയിം ആണെന്ന് പറയും. സോ നിങ്ങൾ ആസ് പാരൻസ് പറഞ്ഞു കൊടുക്കണം ദർ ആർ നോ സച്ച് ഗെയിംസ്. എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും അത് പാരൻസിനോട് വന്ന് പറയുക തന്നെ വേണം. സോ ഈ കോൺവെർസേഷൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായിട്ട് നടത്തുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബോഡീനെ പറ്റി കൂടുതൽ മനസ്സിലാവും, ശരിയും തെറ്റും മനസ്സിലാവും, അബ്യൂസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും.